എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ എല്ലാവരും ഒരുപോലെയാണോ? ഈ നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിലും ജീവിതത്തിലും പലർക്കും അറിയാത്ത ചില വലിയ രഹസ്യങ്ങളുണ്ട്. അത്തം കറുത്താൽ അഴക് എന്നൊരു പഴയ ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ശാസ്ത്രീയ അർത്ഥം? കൈപ്പത്തി അടയാളമായി വന്ന ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി ചില വലിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് എന്തൊക്കെയാണെന്നും അതിനെ എങ്ങനെ മറികടക്കാമെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. വേദജ്യോതിഷത്തിലെ 13ാമത്തെ നക്ഷത്രമാണ് അത്തം അഥവാ ഹസ്തം. ആകാശത്ത് 5 നക്ഷത്രങ്ങൾ ചേർന്ന് ഒരു കൈപ്പത്തിയിലൂടെ ആകൃതിയിൽ കാണപ്പെടുന്നതുകൊണ്ടാണ് ഇതിന് ഹസ്തം എന്ന് പേര് വന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കർമ്മശേഷിയുള്ള അവയവം കൈകളാണല്ലോ. അതുകൊണ്ട് തന്നെ സ്വന്തം അധ്വാനം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും ജീവിതം കെട്ടിപ്പടുക്കുന്ന പ്രവണത ഈ നക്ഷത്രക്കാരിൽ പൊതുവെ കണ്ടുവരാറുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രഹാധിപത്യം നോക്കിയാൽ ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനാണ്. കൂറധിപൻ അഥവാ രാശ്യാധിപൻ ബുധനുമാണ്. ചിന്താശേഷിയും ബുദ്ധിശക്തിയും വൈകാരികതയും ഒരേപോലെ ഒത്തുചേർന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ ഇവർക്കുണ്ടാകാൻ ഇതാണ് പ്രധാന കാരണം. പലർക്കും ഇവിടെ ഒരു സംശയം തോന്നാം, എന്തുകൊണ്ടാണ് അത്തം നക്ഷത്രക്കാർക്ക് ഇത്രയധികം കർമ്മശേഷി വരുന്നത് എന്ന്. അതിൻ്റെ കാരണം ഇതിൻ്റെ ദേവതയെ നോക്കിയാൽ മനസ്സിലാകും. ഭഗവാൻ സൂര്യനാണ് അത്തം നക്ഷത്രത്തിൻ്റെ ദേവത. സൂര്യൻ്റെ 12 ഭാവങ്ങളിൽ ഒന്നായ സവിതാവ് എന്ന രൂപമാണ് ഈ നക്ഷത്രത്തെ നിയന്ത്രിക്കുന്നത്. ഇരുളകറ്റി പ്രകാശം പരത്തുന്ന ലോകത്തിന് ഊർജം നൽകുന്ന ആദിത്യൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇവരുടെ സാന്നിധ്യം എപ്പോഴും മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തോന്നാറുണ്ട്. ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമായതുകൊണ്ട് തന്നെ പൊതുവേ നന്മയും ദയയും ഇവരുടെ സ്വഭാവത്തിൽ പ്രകടമായി കണ്ടുവരാറുണ്ട്. ഇനി അത്തം നക്ഷത്രക്കാരുടെ പ്രധാനപ്പെട്ട ചില സ്വഭാവ സവിശേഷതകളിലേക്ക് വരാം. ഇവരുടെ ഏറ്റവും വലിയ സവിശേഷത കഠിനാധ്വാനവും കൃത്യനിഷ്ഠയുമാണ്. ഏൽപ്പിച്ച കാര്യങ്ങൾ സമയബന്ധിതമായി തീർക്കാൻ ഇവർക്ക് പ്രത്യേക മിടുക്കുണ്ടാകും. കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാനുള്ള ബുദ്ധി വൈഭവവും മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് ആകർഷിക്കാനുള്ള വാക്ചാതുര്യം ഇവരിൽ പൊതുവെ കാണാറുണ്ട്. ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഓഫീസിലോ പൊതുസ്ഥലത്തോ തർക്കമുണ്ടായാൽ വളരെ സമർത്ഥമായി വാക്കുകൾ ഉപയോഗിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ ഇവർക്ക് കഴിയും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മനസ്സാന്നിധ്യം കൈവിടാതെ പ്രവർത്തിക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും സേവന മനോഭാവവും ഇവരുടെ വലിയൊരു ഗുണമാണ്. പൊതുപ്രവർത്തനങ്ങളിലും കുടുംബകാര്യങ്ങളിലും സജീവമായി ഇടപെടാനും നേതൃത്വം ഏറ്റെടുക്കാനും ഇവർ എപ്പോഴും മുന്നിലുണ്ടാകും. ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും സ്വാധീനിക്കാനുമുള്ള ഇവരുടെ കഴിവ് ഔദ്യോഗിക ജീവിതത്തിൽ വലിയ വിജയങ്ങൾ സമ്മാനിക്കാറുണ്ട്. എപ്പോഴും പ്രസന്ന വദനനായിരിക്കാനും നർമ്മബോധത്തോടെ സംസാരിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ് അത്തം നക്ഷത്രക്കാർ. ഇനി ഒരു പ്രധാന കാര്യം നോക്കാം നമുക്ക്. വെളിച്ചമുള്ളിടത്ത് നിഴലുണ്ട് എന്നതുപോലെ അത്തം നക്ഷത്രക്കാർക്ക് ചില ബലഹീനതകളും ഉണ്ടാകാറുണ്ട്. ഇവരുടെ പ്രധാന പ്രതിസന്ധി എന്നത് ചിലപ്പോഴൊക്കെ വൈകാരികതയേക്കാൾ കൂടുതൽ അതിരുകടന്ന യുക്തിക്ക് പ്രാധാന്യം നൽകുന്നു എന്നതാണ്. ജീവിതത്തിലെ പ്രണയവും സ്നേഹവും കുടുംബ ബന്ധങ്ങളും പലപ്പോഴും യുക്തിയുടെ തുലാസിൽ മാത്രം അളക്കാൻ കഴിയില്ല എന്ന സത്യം ഇവർ പലപ്പോഴും മറന്നുപോകുന്നു. ബന്ധങ്ങളിൽ അമിതമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നത് കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം. ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ഓർക്കണം. ഞാൻ ഈ പറയുന്ന ഫലങ്ങളെല്ലാം നക്ഷത്രം മാത്രം നോക്കിയുള്ള പൊതുവായ കാര്യങ്ങളാണ്. ഒരാളുടെ ജീവിതത്തിലെ കൃത്യമായ അനുഭവങ്ങൾ നിശ്ചയിക്കുന്നത് നക്ഷത്രം മാത്രമല്ല, അവരുടെ ജനന ജാതകത്തിലെ ഗ്രഹനിലകളും ഭാവങ്ങളും ഇപ്പോഴത്തെ ദശാകാലങ്ങളും കൂടി അനുസരിച്ചായിരിക്കും അതിൻ്റെ വ്യത്യാസങ്ങൾ വരാം. ഉദാഹരണത്തിന് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ ഇവരുടെ ജാതകത്തിൽ ബലഹീനനോ പാപഗ്രഹ സ്വാധീനത്തിലോ ആണെങ്കിൽ ഇവരിൽ നേരിയ തോതിൽ അസൂയ, സ്വാർത്ഥത അല്ലെങ്കിൽ കൗശലപൂർണമായ പെരുമാറ്റം
എന്നിവ പ്രകടമാകാൻ സാധ്യതയുണ്ട്. ഉള്ളിലൊന്ന് വെച്ച് പുറമേ മറ്റൊന്ന് സംസാരിക്കുന്ന രീതിയും ചിലരിൽ കണ്ടുവരാറുണ്ട്. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ മനസ്സു മാറിമറിയുന്ന ചഞ്ചല സ്വഭാവവും ഇവരുടെ ഒരു പ്രധാന പോരായ്മയായി അനുഭവപ്പെടാം. ഇനി ഇവരുടെ ഔദ്യോഗിക ജീവിതവും സാമ്പത്തിക കാര്യങ്ങളും എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കാം. ബുധൻ്റെയും ചന്ദ്രൻ്റെയും സ്വാധീനമുള്ളതുകൊണ്ട് വ്യാപാരം, വിപണനം, ജോലി അഥവാ അക്കൗണ്ടിംഗ്, അധ്യാപനം, കൗൺസിലിംഗ്, എഴുത്ത് എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കാൻ സാധ്യത കൂടുതലാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യാനുള്ള വലിയൊരു പ്രവണത ഇവരിൽ കാണാം. കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലാത്തതുകൊണ്ട് സാമ്പത്തികമായി ഇവർ പൊതുവെ ഉയർച്ച കൈവരിക്കും. എങ്കിലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മാനസിക ചാഞ്ചാട്ടം കാരണം തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമുണ്ട്. അതിനെക്കുറിച്ച് പലർക്കും കൃത്യമായ ധാരണയില്ല. സാധാരണയായി ഇവരുടെ മധ്യവയസ്സിൽ 30 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള കാലയളവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയോ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടിയോ നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. ജാതകത്തിൽ ദശാകാലങ്ങൾ അനുകൂലമല്ലെങ്കിൽ കടുത്ത ബുദ്ധിമുട്ടുകളിലൂടെ ഇവർക്ക് കടന്നു പോകേണ്ടി വരും. എന്നാൽ അത്തത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും സ്വന്തം ബുദ്ധിശക്തിയും പ്രയത്നവും കൊണ്ട് ഇവർ അതിനെയെല്ലാം തരണം ചെയ്ത് മുൻപത്തേതിനേക്കാൾ ശക്തമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രവണത കാണാറുണ്ട്. ഇനി കുടുംബജീവിതത്തെക്കുറിച്ച് പറയാം. അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ ധൈര്യശാലികളും കർത്തവ്യബോധമുള്ളവരുമായിരിക്കും. ഏത് പ്രതിസന്ധിയിലും കുടുംബത്തെ താങ്ങി നിർത്താൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. എന്നാൽ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഇവരുടെ വാശിയും ദാമ്പത്യത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാം. ഇവർ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തോ വാശി പിടിച്ചിരിക്കുന്ന സമയത്തോ ഇവരെ തിരുത്താൻ ശ്രമിച്ചാൽ അത് വലിയ കലഹങ്ങളിലേക്ക് ചെന്നെത്തും. ഇവർ ശാന്തരായതിന് ശേഷം മാത്രം കാര്യങ്ങൾ സംസാരിക്കുക എന്നതാണ് ബുദ്ധി. അത്തം നക്ഷത്രക്കാർ ജീവിതത്തിൽ പ്രത്യേകം സൂക്ഷിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. അതാണ് മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടൽ. നിങ്ങളുടെ കുടുംബകാര്യങ്ങളിലോ ദാമ്പത്യത്തിലോ ബിസിനസ്സിലോ മൂന്നാമതൊരു വ്യക്തിയെ അമിതമായി ഇടപെടുത്താൻ ഒട്ടും അനുവദിക്കരുത്. സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആകട്ടെ, ഒരു മൂന്നാമൻ്റെ ഇടപെടൽ നിങ്ങളുടെ സമാധാനം തകർക്കാനും ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാനും കാരണമായേക്കാം. ആരോഗ്യപരമായി നോക്കിയാൽ ചന്ദ്രൻ്റെ സ്വാധീനം കൊണ്ട് ഉദരസംബന്ധമായ അസുഖങ്ങൾ, ദഹനക്കുറവ്, അലർജി, ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് ചെറിയ സാധ്യതകൾ കാണാറുണ്ട്. അമിതമായ ചിന്ത കാരണം മാനസികമായ സമ്മർദ്ദവും ഉറക്കക്കുറവും ഇവരെ അലട്ടാറുണ്ട്. കൃത്യമായ ഭക്ഷണരീതിയും ധ്യാനവും ശീലമാക്കുന്നത് ആരോഗ്യത്തിന് വലിയ ഗുണം ചെയ്യും. പൊതുവെ അത്തം നക്ഷത്രക്കാരെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്. ഇവർ കൗശലക്കാരാണെന്നും പണം മാത്രം നോക്കുന്നവരാണെന്നും ചിലർ പറയാറുണ്ട്. എന്നാൽ അത് ശരിയല്ല. ഇവർ പ്രായോഗിക ബുദ്ധിയുള്ളവരാണ്. തങ്ങളെ വിശ്വസിക്കുന്നവരെ ഇവർ ഒരിക്കലും ചതിക്കില്ല. ഈ നക്ഷത്രക്കാർക്ക് ചെയ്യാവുന്ന ചില പരമ്പരാഗത ആത്മീയ പ്രതിവിധികൾ നിർദ്ദേശിക്കാം. നക്ഷത്ര ദേവത സൂര്യനായതുകൊണ്ട് ദിവസവും രാവിലെ സൂര്യനമസ്കാരം ചെയ്യുന്നതും ഗായത്രി മന്ത്രം ജപിക്കുന്നതും ആത്മവിശ്വാസവും ആരോഗ്യവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നക്ഷത്രാധിപൻ ചന്ദ്രനായതുകൊണ്ട് തിങ്കളാഴ്ചകളിലോ പൗർണമി ദിവസങ്ങളിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദുർഗാ ക്ഷേത്രത്തിലോ വഴിപാടുകൾ കഴിക്കുന്നതും കൃഷ്ണപ്രീതി വരുത്തുന്നതും ഇവരുടെ മാനസിക അസ്വസ്ഥതകൾ മാറാനും തടസ്സങ്ങൾ നീങ്ങാനും ഉത്തമമാണ്. അത്തം നക്ഷത്രത്തിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് അമ്പഴമാണ്. ഈ വൃക്ഷം വെച്ചുപിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും ജന്മനക്ഷത്ര ദോഷങ്ങൾ അകറ്റാൻ നല്ലതാണെന്നാണ് വിശ്വാസം. ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഇത്തരം ഈശ്വര ഭജനം നടത്തുന്നത് ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നൽകും. ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത്തം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളും പ്രവണതകളും മാത്രമാണ്.
ഒരാളുടെ ജീവിതഫലങ്ങൾ പൂർണ്ണമായും നിശ്ചയിക്കുന്നത് നക്ഷത്രം മാത്രം നോക്കിയല്ല. ജനന ജാതകത്തിലെ ഗ്രഹനിലകൾ, ഭാവങ്ങൾ, ദശാകാലങ്ങൾ, മറ്റ് നിരവധി ഘടകങ്ങൾ എന്നിവയെല്ലാം ചേർന്നാണ് യഥാർത്ഥ ഫലങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ ജാതകവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, വിവാഹ പൊരുത്ത പരിശോധന, പൂജകൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തിഗത ജ്യോതിഷ ഉപദേശങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നതിന് വാട്സാപ്പ് നമ്പറിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.